ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സിന് നിങ്ങൾക്ക് തരാനുള്ളതെന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ കാർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളതാണ്. ദ മൂൺ ആണ് വന്നിരിക്കുന്നത്. ഭയത്തെ അതിജീവിച്ച് മുന്നോട്ട് പോവേണ്ട ഒരു കാർഡാണിത്. തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ ഏത് സിറ്റുവേഷനിലാണെങ്കിലും ആ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കാണ്, മുന്നോട്ട് പോകാൻ പറ്റാതെ ഭയം കൊണ്ട്. ഇതാണ് നിങ്ങൾ. ഈ ഒരു കാർഡ് നോക്കിയാൽ ഈ കാണുന്നതാണ് നിങ്ങൾ. ഇതെന്ന് പറയുന്ന രണ്ട് ആനിമൽസ്. ഇത് ഡോഗാണ്, ഇതൊരു ചെന്നായ. നിങ്ങൾക്ക് പോകാനുള്ള ഒരു വഴിയാണ് ഈ ഫ്രണ്ടിൽ കാണുന്നത്. അപ്പോൾ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ യൂണിവേഴ്സിൻ്റെ ഒരു സൈനാണ് ഈ ഡോഗ് എന്ന് പറയുന്നത്. ഈ ചെന്നായയിൽ നിന്നും ഈ ഡോഗ് നിങ്ങളെ രക്ഷിക്കും. അപ്പോൾ മുന്നോട്ട് പോവാൻ ആണ് യൂണിവേഴ്സ് പറയുന്നത്. ഭയത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകണം. അതിനെന്തെങ്കിലും തടസ്സമുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇതൊരു പോസിറ്റീവ് കാർഡാണ്, ധനത്തിൻ്റെ കാർഡാണ്. ഈ കാർഡ് വന്നാൽ നിങ്ങൾ എന്താ പറയുക, നിങ്ങളൊരു ധനപരമായിട്ടൊരു മുന്നേറ്റം നിങ്ങൾക്ക് ഉണ്ടായാൽ ഈ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യണം, പരിപോഷിപ്പിക്കണം എന്നൊക്കെയാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള ഒരു റിസൾട്ട് കിട്ടുന്നില്ല. അപ്പോൾ നിങ്ങളൊരു പുതിയ സംരംഭം, ബിസിനസ്സൊക്കെ, ധനത്തിൻ്റെ കാർഡ് ആയതുകൊണ്ട് തന്നെ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിരിക്കും നിങ്ങളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. കരിയറിലേക്കൊരു എന്താ പറയുക, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയൊക്കെ കൊണ്ടുവരാനായിട്ട്. പക്ഷെ നിങ്ങളിപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഭദ്രത ഇല്ല നിങ്ങൾക്ക്. അതൊരു വെല്ലുവിളിയായിട്ട് നിൽക്കുകയാണ്. എന്തൊക്കെ ചെയ്തിട്ടും അതിൻ്റെ റിസൾട്ട് ഇല്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടാത്ത കൊണ്ട് തന്നെ ഒരു ഭയം, മുന്നോട്ട് പോകാനായിട്ട് എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, ആ ഒരു ഭയത്തിലായിരിക്കും ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് യൂണിവേഴ്സ് തരുന്ന ഒരു ഗൈഡൻസ് നോക്കാം. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡാണ്. ഇതും ധനത്തിൻ്റെ കാർഡാണ്. അപ്പോൾ നിങ്ങളൊരു ബിസിനസ്സൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനത്തിന് റിസൾട്ട് കിട്ടുന്നു എന്നുള്ളതാണ്. ഉടനെ തന്നെ അതിലൊരു വിജയം, സാമ്പത്തിക ഭദ്രത, സ്ഥിരത, പുതിയ സംരംഭങ്ങൾ, ജോലി നോക്കുന്നവരാണെങ്കിൽ പുതിയൊരു തൊഴിൽ, എല്ലാം കൊണ്ടും എന്താ പറയുക, പോസിറ്റിവിറ്റിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ചതിലപ്പുറം ഒരു ഭാഗ്യം നിങ്ങളെ തേടി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉടൻ ഉണ്ടാവും. അപ്പോൾ അതിനായിട്ട് നിങ്ങളിപ്പോൾ ഭയപ്പെട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് പുറത്തേക്ക് വരണം. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനത്തിന് റിസൾട്ട് കിട്ടുന്നില്ല, വിഷമിച്ചിരിക്കാതെ കോൺഫിഡൻസോട് കൂടി കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ, നിങ്ങളുടെ കഴിവിൽ വിശ്വസിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു റിസൾട്ടാണ്, സക്സസ് ആണ് യൂണിവേഴ്സ് പറയുന്നത്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടാവും, എല്ലാം കൊണ്ടും ഐശ്വര്യമാണ്, സമൃദ്ധി, നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ എത്രയും വേഗം അതിലൊരു സക്സസ് ഉണ്ടാവട്ടെ. അതിനുവേണ്ടി യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കുക, നന്ദി അറിയിക്കുക.